ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവാണ്. അപ്പോൾ പലരും പറയുന്നത് കേൾക്കാം, പൂവുണ്ടാവും പക്ഷേങ്കിൽ അത് കായ് ഉണ്ടാവുന്നില്ല, പൂവ് കൊഴിഞ്ഞ് വീണ് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പൂവുണ്ടാവുന്നുണ്ട് പക്ഷേ കായ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പരാഗണവും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടുകൾ വന്നാലാണ്. അപ്പോൾ വണ്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കൃത്രിമമായിട്ട് പരാഗണം ചെയ്യിപ്പിക്കാം. ഇതേപോലെ നമ്മളൊരു പെന്നിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റിക്കിൻ്റെ മേലെ ഒരു തുണി ചുരുട്ടി ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂവിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂമ്പൊടി കിട്ടും. അപ്പോൾ ഈ ഒരു പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള പൂവിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പൂവിലും അതിൻ്റെ അകത്തുനിന്ന് പരമാവധി എടുക്കുക. മറ്റുള്ള പൂവുകളിൽ തൊട്ടടുത്തൊക്കെ കാണുന്ന പൂവുകളിലേക്ക് നമുക്കത് ചെയ്ത് കൊടുക്കാം. ഇതേപോലെയാണ് ഉണ്ടാവുക. അത് ഡാർക്ക് തുണി എടുത്തത് കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ മറ്റുള്ള പൂവുകളിലും ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള പൂവുകളിലൊക്കെ നമുക്ക് എത്താത്തതിൽ മരത്തിൻ്റെ മുകളിലേക്കൊക്കെ കയറ്റി വിട്ടത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വണ്ടുകൾ തന്നെ വരേണ്ടി വരും. അപ്പോൾ നമ്മളിത് പരീക്ഷിച്ചിട്ട് വിജയിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതേതായാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ മറ്റുള്ള പൂവുകളിലൊക്കെ ടച്ച് ചെയ്ത് നമ്മൾ ആദ്യം എടുത്ത പൂവിൻ്റെ അകത്തേക്ക് വീണ്ടും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ആ രീതിയിലാണ് നമ്മളിത് കൈകാര്യം ചെയ്യുന്നത്. നമ്മളിത് ഒരുപാട് വർഷങ്ങളായി നമ്മളെ വീട്ടിലുള്ളതാണ്. നമ്മളൊരു പന്തൽ പോലെ പടർത്തിയതാണ്. അപ്പോൾ ചില സമയങ്ങളിൽ വണ്ടുകൾ തീരെ വരാറില്ല. വണ്ടുകൾ വരുവാണെങ്കിൽ ആ സീസണിൽ ഒരുപാട് വണ്ടുകൾ ഉണ്ടാകും, നിറയെ കായ്കൾ ഉണ്ടാവുന്നതാണ്.